ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളെയും നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശുദ്ധീകരിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിവഞ്ഞ് അവരുടെ അസ്ഥികളിൽ നൽകണമേ. കർത്താവും മഹോന്നതനാഥനുമായ മിശിഹായേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിനെ എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയമുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾക്ക് വേണ്ടി മരണം കൈവരിക്കുകയും ഞങ്ങളുടെ മൃതാവസ്ഥ നീക്കി ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്ത നല്ല ഇടയനായ കർത്താവായ യേശു മിശിഹാ, നിന്റെ ഇടവക നിന്നെ ആരാധിച്ചു സ്തുതിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ നിർമ്മലമായ സ്തോത്രബലികൾ അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് തിരുവള്ളം തോന്നിയതിനാൽ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തോത്രം പാടുന്നു. എന്റെ കർത്താവേ, നിന്റെ വിലയേറിയ രക്തത്താൽ സമ്പാദിച്ച നിന്റെ വിശുദ്ധ സഭയിൽ സമാധാനം വർദ്ധിപ്പിക്കണമേ. സത്യമായി നിന്റെ വാഗ്ദാനം അനുസരിച്ച് നിന്റെ ആചാര്യന്മാരുടെ പ്രാർത്ഥനകളിൽ നീ സംപ്രീതനാവുകയും അവരുടെ ഇടവകൾക്ക് ദയാപൂർവ്വം പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. നിന്റെ സ്നേഹത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളോടും സത്യവിശ്വാസികളായ ഭരണാധിപന്മാർക്കുള്ള കിരീടം നീ തന്നെ സൂക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, സംവത്സരത്തെ കൃപയോടെ അനുഗ്രഹിക്കുകയും കായികനികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവർക്ക് നീ സഹായിയും സങ്കേതവുമായിരുന്ന നിന്റെ നാമം മാത്രമുള്ളതാക്കണമേ. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും മരിച്ചുപോയ വിശ്വാസികളിൽ നിന്നും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും മഹത്വവും സ്തുതിയും സമർപ്പിക്കപ്പെടുമാറാകണമേ.